ഞാനിപ്പോൾ ഉള്ളത് കുവൈറ്റിലെ ഫ്ലാറ്റിലെ തീപിടുത്തത്തിൽ അതിദാരുണമായി മരണപ്പെട്ട നൂഹിൻ്റെ വീട്ടിലാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച വേദനിപ്പിക്കുന്ന ഒരു മരണം തന്നെയായിരുന്നു. ഒരുപാട് പേരുടെ ജീവനാണ് പൊലിഞ്ഞത്. അപ്പോൾ നൂഹ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ നാടിന് ഏറെ പ്രിയങ്കരനായിരുന്നു. പ്രത്യേകിച്ച് ഈ കുടുംബത്തിൻ്റെ ഏക അത്താണിയായിരുന്നു. 3 പെൺമക്കളും അതോടൊപ്പം തന്നെ ഭാര്യയും അടങ്ങുന്ന ചെറിയൊരു കുടുംബമാണ്. നിങ്ങളൊന്ന് ആലോചിക്കണം, വീടിൻ്റെ ഏക പ്രതീക്ഷയായി നഷ്ടപ്പെട്ടത്. 10 വർഷമായിട്ട് പ്രവാസ ജീവിതമായിരുന്നു. നാട്ടുകാർക്ക് ഒരുപാട് പറയാനുണ്ട്, കണ്ണ് നിറയുന്ന കാര്യങ്ങളാണ് നമുക്കത് കേൾക്കുമ്പോൾ. ശരിക്കൊരു ഷോക്കായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം വീട്ടിലേക്ക് എത്തും. ഞാൻ അതിന് മുന്നോടിയായിട്ടൊന്ന് വന്നതാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു നോക്കി കാണാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ അവസ്ഥകൾ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാൻ. ഒരുപാട് അവരുടെ ബന്ധുക്കളും അവരുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഞങ്ങളൊക്കെ വെയിറ്റിങ്ങിലാണ്. പ്രത്യേകിച്ച് ജനപ്രതിനിധികളായിട്ടുള്ള ഒരുപാട് പേര് ഇവിടേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് MLA മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അനിൽകുമാർ സാറ്, അതുപോലെ തന്നെ M ഷംസുദ്ദീൻ സാറ്, അങ്ങനെ ഒരുപാട് ജനപ്രതിനിധികളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നാട്ടുകാർക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്കൊന്നും ഇപ്പോഴും ഈ മരണം ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അവരൊരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് അത് ഞാൻ അടുത്ത വീഡിയോ വരാം. എന്തായാലും ആ സഹോദരന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്.